Hello, I'm Dr. Prashanth, Chief Consultant Dermatologist in Dr. Skin. So today, നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോറിയാസിസിനെ പറ്റിയാണ്. സോറിയാസിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കൺസിഡർഡ് ടു ബി എൻ ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ബേസിക്കലി. അതിനകത്ത് നമ്മൾ പൊതുവെ കാണപ്പെടുന്നത് പറഞ്ഞാൽ നമ്മുടെ ശരീരത്ത് ചുമന്ന് നിറച്ച് സിൽവർ കളറുള്ള സ്കെയിൽസ് അതിൻ്റെ മേളിൽ ഇങ്ങനെ വരുന്ന ഒരു ഏരിയാസ് കാണും ബോഡിയിൽ. അതിനാണ് പൊതുവേ നമ്മൾ സോറിയാസിസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോറിയാസിസിൻ്റെ കാരണങ്ങൾ ക്യാൻ ബി സ്ട്രെസ് റിലേറ്റഡ്. നമ്മുടെ ശരീരത്തെ അസുഖങ്ങൾ, ഡയബറ്റീസ് കൂടുന്നു, തൈറോയിഡ് കൂടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോസ്റ്റ് സർജറി. ബട്ട് മോസ്റ്റ്ലി നമുക്ക് മാനസിക സംഘർഷങ്ങൾ, എക്സസീവ് ഡ്രിങ്കിങ്, സ്മോക്കിംഗ്, ഇതൊക്കെയാണ് പൊതുവേ സോറിയാസിസിനെ കൂട്ടുന്നതായിട്ട് കാണപ്പെടുന്നത്. സോറിയാസിസ് ഒരു പകർച്ചവ്യാധി ഒന്നുമല്ല. ചിലവർക്ക് വിചാരിക്കും പകർച്ചവ്യാധിയാണ്, അതിനൊരു എനിഗ്മയുണ്ട് അതിനെ പറ്റി. പക്ഷേ നത്തിങ് ടു ബി വറീഡ് അബൌട്ട്. ഇറ്റ് ഡസൻ സ്പ്രെഡ്. ഇറ്റ്സ് മോസ്റ്റ്ലി ജനറ്റിക്കലാണ്. കമ്മിങ് ടു ടൈപ്സ് ഓഫ് സോറിയാസിസ്, പല ടൈപ്പുകളുണ്ട്. അതിനകത്ത് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് സോറിയാസിസ് വൾഗറൈസ്, ഈ പ്ലാക്ക് സോറിയാസിസ് എന്ന് പറയും. അത് ശരീരത്തിൻ്റെ മുട്ടുകളിൽ ബോഡീസ് എവിടെ വേണമെങ്കിലും അപ്പർ ബാക്കിലും ഒക്കെ വരുന്ന ടൈപ്പ് സോറിയാസിസ്. പിന്നെ നമുക്ക് സീബോസോറിയാസിന് തലയിൽ മാത്രം വരുന്ന സോറിയാസിസ്. പിന്നെ പാമോ പ്ലാന്റർ സോറിയാസിസ്, കൈയിൻ്റെ അകത്തും കാലിൻ്റെ അകത്തും മാത്രം വരുന്നൊരു ടൈപ്പ്. ഇതൊക്കെ ഒരേ സോറിയാസിൻ്റെ വകഭേദങ്ങളാണ്. പിന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഗട്ടേറ്റ് എന്ന് പറഞ്ഞ സോറിയാസിസ് ഉണ്ട്. അതിങ്ങനെ കൊച്ചു സോറിയാസിസ് ആയിട്ട് വരും. അപ്പോൾ അത് ചുമന്ന സ്കെയിലീസ് തിങ്സ്, അത് ഇച്ചിരി ചൊറിച്ചിലുള്ള ടൈപ്പായിരിക്കും. പിന്നെ ഒരു ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് സോറിയാസിസ് ഓസ്ട്രേഷ്യസ്, ചില ഭാഗങ്ങളിൽ ഭയങ്കര കട്ടിയായിട്ടുണ്ടാവും, കുറേ കാലമായിട്ടിരിക്കുന്ന ഒരു സോറിയാസിസ് പൊതുവെ പോയും വന്ന് നിൽക്കുന്നതാണ്. ഇത് ഈ ടൈപ്പ് ഭയങ്കര കട്ടിയായിട്ട് നമ്മുടെ ശരീരത്തിൽ നിൽക്കും, അത് പോകത്തില്ല പെട്ടെന്ന്. പിന്നെ ഒരു ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് സൊറിയാറ്റിക് എറിത്രോഡെർമ എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ വരുന്ന സോറിയാസിസ്. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ള ടൈപ്പ് സോറിയാസിസ് എന്ന് പറഞ്ഞാൽ സോറിയാസിസ് ഇൻവേഴ്സാലിസ് എന്ന് പറയുമ്പോൾ കക്ഷത്ത് നമ്മുടെ ഗ്രോയിൻ ഏരിയയിലേക്ക് മാത്രം വരുന്ന ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോറിയാസിസ്. ഇതാണ് പൊതുവേ നമുക്ക് കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് സോറിയാസിസ്. പല ടൈപ്പ് ഓഫ് സോറിയാസിസ് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് തുടങ്ങുന്ന രീതിയിൽ നമ്മൾ ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ മേളിൽ അപ്ലൈ ചെയ്യുന്ന മരുന്നുകൾ. പിന്നെ ഓറൽ മെഡിക്കേഷൻസ് എന്ന് വെച്ചാൽ അകത്തോട്ട് കഴിക്കുന്ന മരുന്നുകൾ. സോറിയാസിസ് കുറച്ചുകൂടെ എക്സ്റ്റെൻസീവ് ആണെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ നഖങ്ങൾ വരുവാണെങ്കിൽ, അങ്ങനെ കണ്ടീഷനിൽ നമ്മൾ അകത്തോട്ടുള്ള മെഡിക്കേഷൻസും യൂസ് ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ഭയങ്കര എക്സ്റ്റെൻസീവാണ്, നമുക്ക് കുറേ കാലം മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന നമുക്ക് ടൈപ്പ് ഓഫ് സോറിയാസിസ് ഈ ഫോർ പേഷ്യൻസ് വിത്ത് ലിവർ കണ്ടീഷൻസും അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ ഫോട്ടോതെറാപ്പി കൊടുക്കാറുണ്ട്. സോ ദാറ്റ് ഓൾസോ ഹെൽപ്സ് ടു റെഡ്യൂസ് സോറിയാസിസ്. പിന്നെ അടുത്ത കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞാൽ അതും ഹെൽപ്പ് ചെയ്യുന്നില്ല, ഇറ്റ് ഇസ് ഗോയിങ് ഈവൻ റിയലി ബാഡ് ആൻഡ് എന്തൊക്കെ ചെയ്തിട്ടും ശരിയാവുന്നില്ല എന്നുള്ള കണ്ടീഷനിൽ വരുന്നത്. ആൻഡ് ശരീരത്തിൽ മുഴുവൻ പടർന്നിരിക്കുന്ന സോറിയാസിസിന് നമ്മൾ കിടത്തി ചികിത്സയായി ഒക്ലൂഷൻ തെറാപ്പീസ് നമ്മൾ ചെയ്യാറുണ്ട്. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഡേ കെയർ സെൻറ്ററിനായിട്ട് ഞങ്ങളുടെ ഡേ കെയർ സെൻറ്ററിലോ വെച്ച് ഞങ്ങളത് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് പൊതുവേ നമ്മൾ സോറിയാസിസിന് വേണ്ടി ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ്. ഇതൊക്കെയാണ് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് എങ്കിലും നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരും, ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദ സോറിയാസിസ് ഇസ്. ആൻഡ് അതൊക്കെ ഒരു ഡോക്ടർ എങ്ങനെ ചിന്തിക്കുന്നു, ആ ഡോക്ടറിൻ്റെ ചിന്താഗതി പോലെ നമ്മൾ പല സിറ്റുവേഷൻസ് അനുസരിച്ച് നമ്മൾ ചികിത്സകൾ അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് പണ്ട് ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, അലമേലു അമ്മാളിനാണ് എൻ്റെ പേര് ഓർമ്മ. സോ ഷീ വാസ് എ 65-year-old 70-year-old ലേഡി. ഷീസ് ബീൻ ഹാവിങ് വെരി ക്രോണിക് സോറിയാസിസ് ഓൺ ഹർ ലെഗ്സ്, എസ്പെഷ്യലി ഓൺ ലെഫ്റ്റ് ലെഗ്. എനിക്ക് ഓർമ്മയാണെങ്കിൽ ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തു, ഓറൽ കഴിച്ചു, മെഡിസിൻസ് തേച്ചു, ആയുർവേദം കഴിച്ചു നോക്കി. ഇറ്റ് ജസ്റ്റ് ഡസൻ ഗോ. അത് ചൊറിഞ്ഞ് പൊട്ടിച്ച് ഒരുമാതിരി ഭയങ്കര കട്ടിയായി ബ്ലീഡിങ് ഒക്കെ ആയി തുടങ്ങി പേഷ്യൻറ്റ്, ആൻഡ് ഗെറ്റിംഗ് ഇൻഫെക്റ്റഡ്. സോ ഷീ വാസ് വെരി ടയർഡ് ആൻഡ് ഫ്രസ്ട്രേറ്റഡ്. സോ ഷീ കെയിം ടു അസ് ഫോർ ഹെൽപ്പ്. ആൻഡ് ഞങ്ങൾ പറഞ്ഞു, ഓൾ ഐ ആസ്ക്ഡ് ഹർ ഇസ് ടു ക്യാൻ യു ജസ്റ്റ് ഗെറ്റ് അഡ്മിറ്റഡ് വിത്ത് മീ ഫോർ 3 days എന്ന് പറഞ്ഞു. She said, ഷുവറായിട്ട് നോക്കാം ഡോക്ടർ, എനിക്ക് ഇനി വേറെ മാർഗ്ഗമില്ലെന്ന് പറഞ്ഞപ്പോൾ വി അഡ്മിറ്റഡ് ഹർ. ആൻഡ് വാട്ട് വി ഡിഡ് ഇസ് വി ഗേവ് ഹർ ഒക്ലൂഷൻ തെറാപ്പി എന്നൊരു രീതി. ആ ഒരു രീതി ഓഫ് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് മാത്രം, അങ്ങനെ കൂടുതലാരും ചെയ്യാറില്ല, ഞങ്ങൾ ആ കൂടുതൽ ചെയ്യുന്നത്. ഇറ്റ്സ് ബേസിക്കലി എ ട്രീറ്റ്മെൻറ്റ് കൈൻഡ് ഓഫ് വേർഷൻ വിച്ച് വാസ് ഡെവലപ്ഡ് ഫ്രം വെല്ലോർ. അപ്പം വൺസ് അത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻ 3 days ഷി വാസ് ഓക്കെ. ആൻഡ് ഹർ ലെഗ് വാസ് അറൗണ്ട് 90% ഓൾ റൈറ്റ്. ആൻഡ് ഇറ്റ് വാസ് നിയർലി ഇൻ റെമിഷൻ ആയിരുന്നു. 4th day ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു. ആൻഡ് പിന്നെ ഒരു 2 weeks 3 weeks എപ്പോഴെങ്കിലും ഒന്ന് റിവ്യൂവിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു. ആൻഡ് വി ടോട്ട് ദ പേഷ്യൻറ്റ് വാട്ട് ടു ഡു. അതോടെ ഷി വാസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ പ്രോബ്ലം. ആൻഡ് ഷി നെവർ ഹാഡ് ദ പ്രോബ്ലം എനിമോർ. ആൻഡ് ഷി ആക്ച്വലി ലേൺ ബൈ ഹെർസെൽഫ് ഹൗ ടു ടേക്ക് കെയർ ഓഫ്. വേറൊരു കേസ് പറയാനുള്ളതെന്ന് വെച്ചാൽ 2018 there was a patient called Shrija, and she had this major nail psoriasis ഉണ്ടായിരുന്നു. So she's been treating with a lot of medications, oral medications ആയിരുന്നു കൂടുതലായിട്ട് അദ്ദേഹം ചെയ്തിരുന്നത്. But it was not working. So just keep it on coming, something is happening, sometimes pustulated ആവുന്നു. സോ ഇനീഷ്യലി അവർ ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയിട്ട് ഒന്നും കണ്ടില്ലായിരുന്നു. പക്ഷേ
What we did is we did a test. We sent it for a we sent it for a KOH test എന്ന് പറയും. നമ്മൾ നെയിൽ എടുത്ത് ചെയ്യുന്ന ടെസ്റ്റ്. അപ്പം എനിക്ക് സംശയം തോന്നി ഫംഗൽ എലിമെൻറ്റ്സ് കണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നി. എന്നിട്ട് ദെൻ വി സെൻഡ് ഇറ്റ് ഫോർ ഒരു കൾച്ചറിന് അയച്ചു വിട്ടു, നെയിൽ കൾച്ചറിന് അയച്ചു വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ട്സ് വന്നപ്പോൾ കാണാം അതിനകത്ത് ഇനഫ് ആൻഡ് മോർ ഗ്രോത്ത് ഓഫ് ഫംഗസ് ഉണ്ടായിരുന്നു. സോ പേഷ്യൻ്റെ നെയിൽ ഇറ്റ് സ്റ്റാർട്ടഡ് ആസ് എ സോറിയാസിസ്, ബട്ട് ആക്ച്വലി ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ ഇഞ്ചുറിക്കകത്ത് മറ്റ് പല ഡിസീസസും കയറാം. അപ്പോൾ അവർക്ക് ഫംഗസ് കയറിയതിന് ശേഷം അത് വല്ലാത്തതിൽ മോശമാകാൻ തുടങ്ങി. അതിനുശേഷം എന്ത് പറ്റി, പിന്നെ ഇഞ്ചുറി കൂടിയപ്പം ബാക്ടീരിയ കയറിയപ്പോൾ പിന്നെ പഴുത്തു തുടങ്ങി. അപ്പം ഓൾ ദീസ് തിങ്സ്, അപ്പോൾ ഇത് കോൾഡ് ഇത് ഒരു സൂപ്പർ ഇമ്പോസ് ഡിസീസസ് ഉണ്ടാവും, പല ഇഞ്ചുറീസ് ഉണ്ടാവും. അപ്പോൾ സോറിയാസിസ് ഒരു ഇഞ്ചുറി ആയിട്ട് ആദ്യം തുടങ്ങിയപ്പോഴത്തേക്ക് പല ഇൻഫെക്ഷൻസ് കയറാൻ തുടങ്ങി. സോ ദെൻ വി ട്രീറ്റഡ് അക്കോർഡിംഗ്ലി വിത്ത് ഹർ ആൻറ്റിഫംഗൽസ് ആൻഡ് ആൻറ്റിബയോട്ടിക്സ് ആൻഡ് അതെല്ലാം താഴെ പോവുകയും ചെയ്തു. സോറിയാസിസ് ഓൾസോ കെയിം ഡൗൺ. സോ സോറിയാസിന് എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ സോറിയാസിസും കൂടും. സോ ഈ എല്ലാ ഇൻഫെക്ഷനും കൂടെ ചേർന്നായിരുന്നു അവരുടെ നഖം ഒരിക്കലും ശരിയാവുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് വി കുഡ് ഡു ഇൻ അവർ ക്ലിനിക്. എന്നിട്ട് അവരുടെ അസുഖം കംപ്ലീറ്റ്ലി ക്യൂറായി, നന്നായിട്ട് ക്യൂറായിട്ട് സോറിയാസിസ് വളരെ കൺട്രോൾഡായിട്ട് നഖത്തിൻ്റെ ഷേപ്പൊക്കെ തിരിച്ച് ബാക്ക് ടു നോർമലായിട്ട് വന്നു തുടങ്ങിയിരുന്നു. ആഫ്റ്റർ എ സ്പാൻ ഓഫ് 6 months to 9 months ആയെന്ന് തോന്നുന്നു. ഇറ്റ് ടുക്സ് എ ലോങ് ടൈം ബിക്കോസ് ഫംഗൽ ഇൻഫെക്ഷൻസ് ആർ നോട്ട് വെരി ഈസി ടു ട്രീറ്റ്. ആൻഡ് ഷി വാസ് ഓൾ റൈറ്റ് അറ്റ് ലാസ്റ്റ്. ആൻഡ് അത് കേസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലേഡി വിത്ത് രശ്മി എന്ന് പറഞ്ഞിട്ടൊരു ലേഡി. സോ മോസ്റ്റ്ലി നമ്മൾ കാണപ്പെടുന്ന ഈ സ്ട്രെസ് ലെവൽസ് കൂടുമ്പോൾ ലേഡീസിനാണ് ഇത് കൂടുതലൊക്കെ ഇപ്പോൾ മിക്കവാറും സോറിയാസിസ് ഇപ്പോൾ കണ്ടുവരുന്നത്. ആക്ച്വലി ജെൻസിന് ഒരിക്കലും ഉണ്ട്, പക്ഷേ ജെൻസിൽ മോസ്റ്റ്ലി ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദെയർ ഡ്രിങ്കിങ്ങും സ്മോക്കിങ്ങിലും ഒക്കെ കൂടുതൽ കാണുന്നത്. എനിവേ ദിസ് ലേഡി ഹാഡ് എക്സ്റ്റെൻസീവ് സോറിയാസിസ്. ഷീ ടുക്ക് സം ഡ്രഗ്സ് എടുത്തു, ഓറൽ ഡ്രഗ്സ് എടുത്തു, പക്ഷേ ആൻഡ് ടോപ്പിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഓൾസോ. പക്ഷേ ഐ തിങ്ക് ഷീ ടുക്ക് സം ഇൻഡിജിനസ് മെഡിക്കേഷൻസ് ഓൾസോ. വന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഫ്ലെയറപ്പ് ഒക്കെ വന്നു അവർക്ക്. സോ കുറച്ചുകൂടെ എക്സ്റ്റെൻസീവായി. സോ ദെൻ അപ്പോഴത്തേക്ക് അവരുടെ ലിവർ കണ്ടീഷൻസ് മാറി. സോ ഷീ കെയിം ടു എ ലെവൽ ദാറ്റ് ഷീ കനോട്ട് ടേക്ക് എനി മെഡിക്കേഷൻസ് ഇൻസൈഡ്. സോ ഷീ വാസ് ഇൻ എ ഡെലമെന്റ് വാട്ട് ടു ഡു വിത്ത് ദിസ്. സോ ദെൻ ഞങ്ങൾ അദ്ദേഹത്തിനെ അഡ്മിറ്റ് ആവാനൊരു മാർഗവും അദ്ദേഹത്തിനില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് വി ഗേവ് എ ഫോട്ടോതെറാപ്പി. ഇപ്പം യൂഷ്വലി നമ്മൾ നാരോ ബാൻഡ് UVB ഫോട്ടോതെറാപ്പി പൂവയും കൂടെ ചേർന്ന് നമ്മൾ കൊടുക്കും. നാരോ ബാൻഡ് UVB ഈസ് ഗുഡ് ഇനഫ്. അതിനകത്ത് നടന്നില്ലെങ്കിൽ വി ഗീവ് പൂവ. ഇപ്പോൾ നാരോ ബാൻഡ് UVയിൽ നമുക്ക് യൂഷ്വലി വേൾഡ് വൈഡ് തന്നെ ഒരു 70 to 80% ഓഫ് പേഷ്യൻസിന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നൊരു കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ്. പേഷ്യൻറ്റിന് നന്നായിട്ട് കുറഞ്ഞു തുടങ്ങി. ഷീ വാസ് വെരി ഹാപ്പി. വീക്ക്ലി ട്വൈസോ ത്രൈസോ ഇനീഷ്യലി തുടങ്ങി, പിന്നെ വീക്ക്ലി ട്വൈസ് ആക്കി, അങ്ങനെ വീക്ക്ലി വൺസ് ആക്കി കുറച്ച് കൊണ്ടുവന്നു. ബട്ട് ആൻഡ് ഷീ കെയിം റെഗുലർലി. And after a span of a month and a half, she started reducing it very nicely. So once in a while, she just so basically phototherapy നമ്മുടെ inflamed situations അങ്ങ് കുറയ്ക്കും. അത് കുറച്ച് കഴിയുമ്പോൾ then patients also got happy. അതിൻ്റെ ഒരു ശരിക്കും ഒരു 70, 80, 90% ഓഫ് മിനിമൈസേഷൻ ഉണ്ടായി. സോ നമ്മൾ വളരെ കുറച്ച് അവിടെയൊക്കെ ഉള്ളത്. ദെൻ അതൊക്കെ നമ്മൾ ടോപ്പിക്കലായിട്ട് ട്രീറ്റ് ചെയ്ത് ഷീ ബിക്കേം ഓൾ റൈറ്റ്. സോ നമുക്ക് ഇന്റേണൽ മെഡിസിൻസ് കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിലാണ് നമ്മൾ ഫോട്ടോതെറാപ്പി നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ആലോചിക്കുന്നത്. വി ക്യാൻ ഈവൻ സ്റ്റാർട്ട് ഇറ്റ് ഇനീഷ്യലി. കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, ഡ്രഗ്സ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തുടങ്ങാം. അതും നല്ല രീതിയാണ്. പക്ഷേ ആൾക്കാർക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട്. വരാൻ പറ്റുന്നവർക്ക് ഫോട്ടോതെറാപ്പി ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ്. മറ്റൊരു പേര് എനിക്ക് ഓർമ്മ, ഒരു ആൽഡ്രിൻഡേവ് എന്ന് പറഞ്ഞൊരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. സോ വാട്ട് ഹി ഹാഡ് ഇസ് എൻ വെരി എക്സ്റ്റെൻസീവ് സോറിയാസിസ്. ശരീരം മുഴുവൻ തല തൊട്ട് കാല് വരെ ബേസിക്കലി മോർ ദൻ 95% ഓഫ് ഹിസ് ബോഡി ഹാഡ് സോറിയാസിസ്. അതിനകത്ത് നമുക്കിങ്ങനെ വലിയ സ്കെയിൽസ് എന്നല്ല, അങ്ങ് ബോഡി മുഴുവൻ സ്കെയിൽസ് മാത്രമേ കാണൂ. ചുമന്ന ബോഡി അങ്ങ് ഫുൾ സ്കെയിൽസും. സോ ഈ യൂസ് ടു ഡെവലപ്പ് ഈ പസ്റ്റ്യൂൾസ് ഒക്കെ വരുമായിരുന്നു ചില സമയത്ത്. അത് വാക്സ് ആൻഡ് വെയിൻ ഇങ്ങനെ വെയിൻ ചെയ്യുന്നേ ഇങ്ങനെ അതേ ഒരു ഭയങ്കരമായിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുമായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഈ ട്രൈഡ് ഓൾ ദിസ് ഇൻഡിജിനസ് മെഡിക്കേഷൻസ്, ഓറൽ മെഡിക്കേഷൻസ്. He tried homeopathy. I think his relatives were homeopathic doctors. അവരൊക്കെ പല കാര്യങ്ങളും ഡോക്ടേഴ്സ് എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഈസ് വെരി വെരി ബാഡ്. സോ നൗ ദിസ് ഇസ് എ സിസ്റ്റം ദാറ്റ് വി ഡു ഇൻ വെലോർ എസ്പെഷ്യലി. ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വി ടുക്ക് ദ പേഷ്യൻ്റ് ഇൻ. We also admitted him for a span of, we told him at least 5 days. So surprisingly, ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ we took him inside and we soak him in the tub, gave him like long showers. എന്നിട്ട് തണുത്തോളത്തിൽ നോർമൽ വാട്ടർ, നോട്ട് ചൂടുവെള്ളമോ തണുപ്പോ വെള്ളമോ അല്ല ചെയ്തിട്ട് we actually we put topical applications and we cocooned him. We actually practically mummified him.
with wet wraps and occlusion. I mean, we dry wrap it and all. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യും. It's called an occlusion therapy. അത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്ത് we kept him for like 4 days കഴിഞ്ഞപ്പോൾ തന്നെ he was 95% all right. And even we were also quite impressed, and the patient also was very happy. അതിനുശേഷം 5th day കഴിഞ്ഞിട്ട് 6th day ഒരു 2 ദിവസം കൂടെ കിടക്കാൻ മതി. We just want to observe if there are any changes. So he was happy and he just stayed over. അത് കഴിഞ്ഞിട്ട് he left, and recently I saw the patient and he was still all right. അതിനുശേഷം I think ഞങ്ങൾ കുറേ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയൊക്കെ വേണം, തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, ഡോക്ടറെ എപ്പോൾ ഒന്ന് കാണണം, how to take care of yourself. But surprisingly after that erythrodermic incident, then he never had much incidents. അങ്ങനെ psoriasis അതോടെ പോയി. I don't know what happened. Sometimes psoriasis is like that. It's not because exactly it was a treatment, but സംടൈംസ് ആ ഒരു കംപ്ലീറ്റ് വെയിനിങ് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ സോറിയാസിസ് പിന്നെ തിരിച്ചു വരാതാവും. അങ്ങനെയും സംഭവിക്കാറുണ്ട്. സോ ഒക്ലൂഷൻ തെറപ്പി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്സ് വി ഡു. പക്ഷേ അഡ്മിറ്റായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ഈ ഒക്ലൂഷൻ തെറപ്പിയിൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ 10 times പവർ കൂടുക എന്നുള്ളതാണ് ഒക്ലൂഷൻ തെറപ്പിയുടെ ഗുണം. പേഷ്യൻസ് അറിയേണ്ട ഒരു കാര്യം, ഇത് സോറിയാസിസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? സോ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ശരീരഭാഗങ്ങളിൽ, എക്സ്പെഷ്യലി മുട്ട്, കാൽമുട്ട്, കാലിൻ്റെ 2 സൈഡിലെ ചിരട്ടകളുടെ അവിടെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ലോവർ ബാക്കിൻ്റെ അവിടെ ആയിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ തലയിൽ വരുമ്പോൾ, തലയുടെ എക്സ്പെഷ്യലി തലയുടെ ലൈനിൽ താഴെ വരുമ്പോൾ, തലയ്ക്കകത്തുനിന്ന് തലയുടെ ലൈനിൽ വരുമ്പോൾ പൊതുവെ കാണുന്നത് നമുക്കിങ്ങനെ ചുമന്ന ഒരു പാച്ചായിട്ട് അതിനകത്ത് ചെതുമ്പൽ പോലെ ഒരു വെള്ളി കളർ പോലൊക്കെ ഇരിക്കും. അതിൻ്റെ സ്കെയിൽസ് കാണും. പൊതുവേ ചൊറിച്ചിൽ കാണത്തില്ല, പക്ഷെ ചിലർക്ക് നന്നായിട്ട് ചൊറിയും ഈ ഡ്രൈനെസ് കാരണം. ആക്ച്വലി ചൊറിയേണ്ട ലീഷൻ അല്ല. അപ്പം ചൊറിയുമ്പോൾ ചിലപ്പോൾ അവിടെ പൊട്ടിയിട്ട് പെട്ടെന്ന് ചോരയുടെ പാടുകൾ കാണാം. സാധാരണ നമ്മൾ ചെറുതായിട്ട് ചൊറിയുമ്പോൾ ചോരയുടെ പാട് വരത്തില്ല, പക്ഷേ ഇതിന് ചൊറിയുമ്പം ചെറിയ ചോരയുടെ പാട് വരും. അപ്പം തന്നെ ഏകദേശം മനസ്സിലാക്കണം സോറിയാസിസ് ആണെന്ന്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നിങ്ങൾ കുറച്ച് ഇരുന്ന് ഒന്നും ചെയ്യാതെ പെട്ടെന്ന് ഡോക്ടറെ കണ്ട് സോറിയാസിസ് ആണെന്ന് ഇത് വരുത്തുക. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ അഡ്വൈസ് ചെയ്ത് തരും. ഇനി അത് കൂട്ടാതിരിക്കാൻ എങ്ങനെയാണെന്നും ഭാവിയിലോട്ട് കൂടുതലാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു തരും.